ഖുലൂബിഹിം ബിയദി. ഏത് ഭരണാധികാരിയുടെ ഹൃദയമാണെങ്കിലും അവന്റെ തലച്ചോറാണെങ്കിലും അവന്റെ മൂത്താവാണെങ്കിലും എന്റെ കയ്യിലാണ്. അവരേക്ക് വഴിപ്പെട്ടാൽ ജനങ്ങൾ ജഅൽതുഹും ലഹും റഹ്മതൻ, ഞാൻ അവരെ ഭരണാധികാരികളെ ജനങ്ങൾക്ക് അനുഗുണമാക്കി കൊടുക്കും. വൈനഅസൗനി, അവരെനിക്കെതിരെ ചെയ്താലോ? എന്താണ് എതിരിയൽ? പൊതുജന എതിരിയൽ. എല്ലാവരും ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് നബിയുടെ കാലത്ത് ന്യൂനപക്ഷമാണ്, പിന്നെ അന്ന ഭൂരിപക്ഷം ആവൂല. അതുപോലെ ഈസാ നബി ഇറങ്ങി വന്നാലും ന്യൂനപക്ഷമായിരിക്കും. ഇവിടെ ഈസാ നബി ഇറങ്ങി വന്നാലും ഖലീലും മിൻ ഇബാദിയ ശക്കൂർ, എന്റെ അടിമകളിൽ നന്ദിയുള്ള ഒരു കുറവായിരിക്കും. ആര് വന്നാലും നിങ്ങൾ തോന്നുന്നുണ്ടോ ഈസാ നബി വന്നാൽ എല്ലാവരും മുസ്ലിമാവും? അയ്യേ, ആര്? ഈസാ നബി മുത്തനബിന്റെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ന്യൂനപക്ഷമാണ്. മഹ്ദി ഇമാം വന്നാൽ ന്യൂനപക്ഷമാണ്. ഈസാ നബി എന്നാൽ ന്യൂനപക്ഷം തന്നെയാണ്. എന്തുകൊണ്ട്? ഖലീലും മിൻ ഇബാദിയ ശക്കൂർ, എന്റെ ദാസന്മാരിൽ എന്നോട് നന്ദി കാണിക്കുന്നവർ വളരെ കുറവായിരിക്കും. നാലിൽ ഒതുക്കം, അവരൊക്കെ ഒതുങ്ങും. അത് വലിയ കാര്യമാണ്. അതാണ് ചെയ്യേണ്ടതും. അള്ളാഹു മനസ്സിലായില്ല, അവരെല്ലാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കല്ല, അത് അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പിന്നെ എന്ത് ചെയ്യാ? ഒന്ന് ഒതുങ്ങുക. ഒരു ക്ലാസ്സിൽ 4 കുട്ടികളെ പഠിക്കുള്ളൂ, ബാക്കി 12 കുട്ടികളുണ്ട്, എന്നാലൊന്ന് ഒതുങ്ങും. അപ്പൊ ഒതുങ്ങിയ പഠിക്കണ 4 കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാവും. ഓരോ ഒതുങ്ങിയിട്ടില്ലെങ്കിലോ ഇവർക്ക് പഠിക്കാൻ കഴിയൂല. മനസ്സിലായില്ല? അല്ലാതെ ഒരു ക്ലാസ്സിലെ 16 കുട്ടികളും പഠിപ്പിച്ചാകല്ല, ഒരു പഠിക്കാൻ വേണ്ടി വന്നതുമല്ല. ഒരു ഇന്റർവെല്ലിന് നേരത്തെ കുതിര വിടാൻ വിചാരിച്ചു വന്നതാ. ഇന്റർവെൽ ഉണ്ടാകണമെങ്കിൽ ഇതിനുള്ളിൽ കയറി കുതിർക്കണം. കുട്ടികളെ ഇന്റർവെല്ലിന് സമയത്ത് കളിക്കണമെങ്കിൽ ഒന്ന് പറയഷ്ട, ഇന്റർവെല്ലില്ലല്ലോ, ഒക്കെ വെല്ലല്ലേ. ഇന്റർവെല്ലിന്റെ സമയത്ത് കളിക്കാൻ വേണ്ടി വന്നവരായി ഇവര് എന്നതുപോലെ മനസ്സിലാണ്ട് പറഞ്ഞത്. എല്ലാരും അതിലെ ഒതുങ്ങി കൊടുക്ക, ഒന്ന് ഒതുങ്ങ. എല്ലാരും നിസ്കരിച്ച് എല്ലാരും രാമനും കൃഷ്ണനും കണ്ണനും തോമസും മത്തായും പള്ളിയിലൊന്നും ഇതല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് ഒതുങ്ങി കൊടുക്കുക, ഒന്ന് ഒതുങ്ങ. എന്റേതല്ല കൈകാര്യം, മേലെ ഒരുത്തനുണ്ട് എന്ന് ഇന്നലെ വരെ ഈ നാട്ടിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം ഇന്ന് നിസ്കരിക്കുന്നവർക്ക് പോലും ഇല്ല. അതാണ് ഒതുങ്ങാതിരിക്കൽ. അപ്പോൾ നാടാകെ കുട്ടിച്ചോറായി. പഴയ കാലത്ത് നല്ലോ മനസ്സിലായില്ല, എല്ലാവരും നല്ലോരാണ്. എന്നാൽ തൗഹീദ് വിശ്വസിച്ചവരും നിസ്കരിച്ചവരും കുറവാണ്. അന്നും കുറവാണ്, ഇന്ന് കൂടുതലാണ്. ഇന്നത്തെ അത്ര നിസ്കാരം അന്നില്ല, പക്ഷെ നല്ലവരാണ്. ഇന്ന് എല്ലാവരും നമുക്കാണ്, പക്ഷെ നിസ്കാരം എല്ലാവർക്കും ഉണ്ട്. പുറത്തു പറയണ്ട. പണ്ട് നല്ലവരായതുകൊണ്ട് നിസ്കരിക്കണില്ല. ആക്കെ അങ്ങനെ ഉരുണ്ട് മറിഞ്ഞാണ് സ്വർഗത്തിൽ പോയിക്കോളുന്നാണ് അവരെ വിചാരം. എന്റെ കുട്ടിക്കാലത്ത് മൂത്തെടുത്ത് പകുതി ആൾ നിസ്കരിക്കില്ല. ഇന്നിപ്പം നിസ്കരിക്കാത്ത ഒരാളുണ്ടോന്നൊരു ജോത്സ്യനോട് പോയി ചോദിച്ചു നോക്കണം. പക്ഷേ ക്രൂരതയല്ലാത്തൊരു മനുഷ്യന് മനസ്സിലുമില്ല. അത് മൂത്തെടുത്ത കുഴപ്പമെന്ന് വിചാരിക്കണ്ട. മൂത്തെടുത്തേര് ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് കോട്ടവാതിൽ അടക്കണ്ട. എല്ലാ നാടും തന്നെയാണ്. ഇത് സത്യമാണ്. വളരെ ചിന്തിക്കണം. ചിന്തിക്കണ്ടേ? അവർ നിസ്കരിക്കൂല, മുസ്ലിം നിസ്കരിക്കൂല, എന്നാലും നല്ലോനാണ്. ഇന്ത്യയിൽ നിസ്കരിക്കാൻ പറയണ്ടല്ലോ, നല്ലോനാണ്, ഒക്കെ നല്ലോരാണ്. മത്തായി നിസ്കരിക്കൂല, മത്തായി നിസ്കരിക്കണ്ടല്ലോ, പക്ഷെ നല്ലോനാണ്. ഒരു കാര്യത്തിന് പറ്റും, ഒരു വിശ്വസിക്കാൻ പറ്റും. കരുണുണ്ട്, സ്നേഹമുണ്ട്. മനസ്സിലായില്ലേ? ഇന്ന് സ്വന്തം മക്കൾക്ക് കരുണല്ല. എങ്ങനെയുണ്ട്? ഉമ്മാനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ മകൻ എത്തി നോക്കിയിട്ട് ചങ്ങായിമാരപ്പോൾ ഊട്ടിക്ക് പോയൊരു സംഭവം ഒരാൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാനും പിന്നെ ഒന്നും മിണ്ടിയില്ല. കാരണം കാലം അങ്ങനെയാണ്. ഉമ്മാനെ ഓപ്പറേഷൻ തിയേറ്ററിൽ പള്ള കീറാൻ വേണ്ടി കയറ്റി. മകൻ ആശുപത്രിയിൽ വന്നു എന്ന് വരുത്തി. എന്നിട്ട് ഊട്ടിക്ക് പോയി ചങ്ങായിമാരപ്പം മോട്ടോർ സൈക്കിളിൽ. എന്ത്? ആ പള്ളിയിലാണ്, ഇപ്പൊ ഈ കീറുന്ന പള്ളിയിലാണ് കടന്നിരുന്നത്. ആ പള്ളയോട് അവൻ എന്തില്ല, കൂറുമില്ല, ഹുബുമില്ല, ഒന്നുമില്ല. ഇനി ഓന്റെ പെണ്ണുങ്ങളോട്
അപ്പം ഉള്ളവന് കുറച്ചു കാലം ഉപകരിക്കും. അതുകൊണ്ട് ഇഞ്ചിൻ്റെ കരളാണ്, ഇഞ്ചിൻ്റെ തേനാണ്, ഇഞ്ചിൻ്റെ മാനാണ്, ഇഞ്ചിൻ്റെ അണ്ടിയാണ്, കൂരാണ് എന്ന് പറയുന്നല്ലാതെ എന്തായാലും കാര്യം അതൊക്കെ വെറും വർത്താനാണ്. ഒരുത്തനും കൂരുമല്ല അണ്ടിയല്ല. ഇപ്പം ഇന്നലെ എന്നോട് ഇതേ വാക്ക് പറഞ്ഞ പെണ്ണുങ്ങളുണ്ടാവും, നിങ്ങൾ ഇൻ്റെ കരളാണ്. അത് എനിക്കിപ്പോൾ ഈ സ്റ്റാൻഡ് നിലനിൽക്കുന്ന കാലത്തോളാണ്. ഇതാണ് പൊട്ടിയാൽ ഉള്ളതിൻ്റെ മുമ്പ് പോയി. നല്ല ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞുകൊണ്ടിരിക്കവേ ഭർത്താവിന് പിരാന്തായി, അന്ന് പോയി. ഇക്കഴിഞ്ഞ ആഴ്ച ഒരാൾ ദാറുഖാനിൽ പറഞ്ഞു, ഓള് പോയി. എന്ത് ഒരു തേനെ മാനെ അറിഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷെ മാന് കുറച്ച് പരിധി വിട്ട മാനാന്ന് മനസ്സിലാക്കിയപ്പോൾ ഓളോട് പോയി. അതുവരെയുള്ള മാനേ ഉള്ളൂ, അതുവരെയുള്ള തേനേ ഉള്ളൂ. അതൊക്കെ ഇപ്പം നമ്മൾ പറയുന്നത് അത്രേ ഉള്ളൂ. അതെല്ലാവരും കാര്യം അങ്ങനെയാണ്. വോട്ടിന് അങ്ങോട്ട് പോകുമ്പോൾ ഓട്ടോറിക്ഷ കൊണ്ടുപോകും, ഇങ്ങോട്ട് നമ്മൾ നടന്നുകൊണ്ടേ വരും. ഇല്ലെങ്കിൽ ഷർത്ത് വെക്കണം. ഇപ്പം എൻ്റെ പേരിലൊക്കെ ഷർത്ത് വെക്കും. പിന്നൊരു കാര്യം, അതേമാതിരി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എങ്കിലേ പോരുള്ളൂ. പിന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും, ഇനിയും തെരഞ്ഞെടുപ്പ് ഉണ്ടാവും ഒന്നും കൂടി ഓർത്തളി. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് തെരഞ്ഞെടുപ്പാണെങ്കിൽ ഒലാത്തിന് നിയമം പാലിക്കൂല. അല്ല, ഓട്ടോറിക്ഷ ഉണ്ട്, അങ്ങോട്ട് ഓട്ടോറിക്ഷ ഉണ്ട്, ആയിക്കോട്ടെ ഓട്ടോറിക്ഷ ഉണ്ട് ആയിക്കോട്ടെ, പക്ഷെ കയറുന്നതിന് ബന്ധമുണ്ട്. എന്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കണം, ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ഒതുങ്ങും. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് കൊണ്ടേ കൊടുത്താൽ കഴിഞ്ഞ്, പിന്നെ ഇങ്ങോട്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് കണ്ടിട്ടാണ് ഇപ്പൊ കൊണ്ടേക്കണത്. ദുന്യാവ് അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ചിന്തിക്ക് ചിന്തിക്ക് ചിന്തിക്ക്, അത്രയേ ഉള്ളൂ. ഇപ്പൊ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഹദീസ് കേട്ടോളി. മുത്തുനബി പറയാ, കമാ അൻതും തകൂനൂന യുവല്ലാ അലൈക്കും, യാ അല്ലാഹ്, കമാ അൻതും തകൂനൂന യുവല്ലാ അലൈക്കും. ഇമാം ദൈലമി തങ്ങൾ ഈ ഹദീസ് തന്റെ ഫിർദൗസിൽ രേഖപ്പെടുത്തി, മുസ്നദ് ഫിർദൗസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമാ അൻതും തകൂനൂന യുവല്ലാ അലൈക്കും, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ മേൽ നിങ്ങൾക്ക് അധികാരികളെ ഏൽപ്പിക്കപ്പെടും. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ നിങ്ങൾ എപ്രകാരമാണോ അപ്രകാരം നിങ്ങളുടെ മേൽ അധികാരം ഏൽപ്പിക്കപ്പെടും. നിങ്ങൾ നല്ലവരാണോ, നല്ലത് ചെയ്യുന്നവർ അധികാരിയാക്കും. അക്രമിയായ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലത്ത് അക്രമിയായ ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട്, അക്രമിയായ ഭരണാധികാരിയാണ്, അമവി ഭരണാധികാരികളുടെ കൂട്ടത്തിലെ അക്രമിയായ ഗവർണറും സൈന്യാധിപനും ഒക്കെ ആയ ആളാണ് ആര്? ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് ഒരിക്കൽ ആളുകൾ ചെന്ന് ചോദിച്ചു, നിങ്ങൾ ഉമറുൽ ഖത്താബിന്റെ കാലത്ത് ജീവിച്ച ആളാണ്, നിങ്ങൾ നീതിമാനായ ഉമറിന്റെ ഭരണം കണ്ടാളാ, എന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ? അപ്പോൾ പറഞ്ഞു, അന്ന് നിങ്ങൾ അബൂദറിനെയും കണ്ടിട്ടുണ്ട്. ഉമറിന്റെ ഭരണീയർ അബൂദറിനെ പോലത്തെ ആളുകളാ, അതുകൊണ്ടാണ് ഉമർ അങ്ങനെയായത്. നിങ്ങൾ അബൂദറിനെ പോലെ ആയാൽ ഞാനും ഉമറിനെ പോയാവും. നിങ്ങൾ വേഗം എന്നെ ഉണ്ടാക്കാൻ നോക്കല്ല, നിങ്ങൾ അബൂദറാകാൻ നോക്കളി. ആകാശത്തിന്റെ മുകളിലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനിച്ച മഹാനാണ് ആര്? അബൂദർ ഗിഫാരി. അങ്ങനത്തെ ഒരു മനുഷ്യൻ. നേരം പുറത്ത ഭരണകൂടത്തിനെതിരെ പിറ്റനുണ്ടാക്കുന്ന പണിയല്ലായിരുന്നു അബൂദറിന്. അള്ളാഹുവിലേക്ക് എന്തെങ്കിലും അയച്ചു വിടണമെന്നുള്ള താല്പര്യം മാത്രമായിരുന്നു. ഇവിടെ എന്തിരുന്നാലും അബൂദർ പ്രശ്നമാക്കിയിട്ടില്ല. നിങ്ങൾ അബൂദറായാലോ ഞാൻ പറയും, നിങ്ങൾ അബൂ ജഹലായാലോ ഞാൻ നമ്രൂദ് വേറെയാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് നന്നാകാനില്ല,